വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ പ്രതിചേർക്കപ്പെട്ട IC ബാലകൃഷ്ണൻ MLA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. കൽപ്പറ്റ പുത്തൂർവയൽ AR ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് IC ബാലകൃഷ്ണൻ MLA പ്രതികരിച്ചു. ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചു. NM വിജയേട്ടന്റെ മകന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആദ്യം ആരോപണം വന്ന എന്റെ പേരിലാണ്. ഞാനത് വളരെ വ്യക്തമായി ഏത് അന്വേഷണത്തിനും നേരിടാമെന്ന് തീരുമാനമെടുത്ത് ഏറ്റവും ആദ്യം ഞാനാണ് SPക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ ഞാൻ ഹാജരാണ്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാധിക്കും. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ അപ്പച്ചൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അവർക്ക് മുൻകൂർ ജാമ്യമുണ്ട്, അവരെ വിട്ടയച്ചു. ഇതും സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? എത്രത്തോളം സജീവമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്? ദിവിഷ MLAയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. പുത്തൂർവയലിലുള്ള പോലീസ് ക്യാമ്പിലാണ് ചോദ്യം ചെയ്യൽ. നേരത്തെ DCC പ്രസിഡന്റിനെയും അതുപോലെ മുൻ കോൺഗ്രസ് നേതാവായ KK ഗോപിനാഥനെയും ബത്തേരി സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ MLA പോലീസ് ക്യാമ്പിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. NM വിജയന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ MLA. ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയാണ് ചുമത്തിയിട്ടുള്ളത്. അതിൽ കോടതി മുൻകൂർ ജാമ്യം നൽകിയതുകൊണ്ട് ഇനി അറസ്റ്റ് രേഖപ്പെടുത്തിയാലും വിട്ടയക്കുക തന്നെയാണ് ചെയ്യുക. 3 ദിവസം അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകാനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് തന്നെയാണ് MLA പറയുന്നത്. ഒപ്പം നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകണം, രാഷ്ട്രീയമായ വേട്ടയാടലായി മാറാതെ അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്തും MLA ആവർത്തിച്ചിട്ടുള്ളത്. ഏതായാലും NM വിജയൻ്റെതായി കണ്ടെത്തിയ കുറിപ്പിൽ IC ബാലകൃഷ്ണന്റെ പേരുണ്ട്. അങ്ങനെ പേരുള്ള നേതാക്കളെയാണ് നിലവിൽ രാഷ്ട്രീയ വേട്ടയാടലായി മാറാതെ നീതിപൂർവമായ അന്വേഷണം വേണമെന്നാണ് IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർ പറയുന്നത്. കുടുംബത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ് ഈ അന്വേഷണം. കോൺഗ്രസ് എന്ത് തീരുമാനമെടുക്കുന്നതിനൊക്കെ സുധാകരൻ വീട്ടിലെത്തി അവരെ കാണുകയും ചെയ്തതാണ്.